ഹായ് ഓൾ വെൽക്കം ബാക്ക്. ഞങ്ങളിത് രാവിലെ തന്നെ ഒന്ന് അമ്പലത്തിൽ പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഇന്നങ്ങനെ പ്രത്യേകിച്ച് വിശേഷമുള്ള ദിവസമൊന്നുമല്ല. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഗണപതി ക്ഷേത്രത്തിൽ ഇന്ന് സപ്താഹ യജ്ഞം തുടങ്ങുന്ന ദിവസമാണ്. അപ്പോൾ രാവിലെ തന്നെ ഒന്ന് അമ്പലത്തിലൊക്കെ പോയി തൊഴാമെന്ന് കരുതി. ഞാൻ, അമ്മ, അനിയത്തി, വാവ ഞങ്ങൾ ഒരുമിച്ചാണ് പോകുന്നത്. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. നടക്കാവുന്ന ദൂരമേ ഉള്ളൂ. കഷ്ടിച്ച് 1 കിലോമീറ്ററൊക്കെ കാണും. പക്ഷെ ഞങ്ങൾക്ക് വന്നിട്ട് തിരക്കുള്ളത് കൊണ്ട് ഇപ്പം നടക്കാനുള്ള സമയമില്ല. അപ്പം നമ്മൾ ഓട്ടോനാണ് പോകുന്നത്. വീടിന് മുൻപിലുള്ള റോഡിലേക്ക് കയറി കഴിഞ്ഞാൽ ഓട്ടോ സ്റ്റാൻഡ് ഉണ്ട്. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ മേത്ര ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിലായിട്ട് ഓട്ടോ സ്റ്റാൻഡ് ഉണ്ട്. അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഓട്ടോ ഉണ്ടാകുമെന്ന് സംശയം ഉണ്ടായിരുന്നു. ഓട്ടോ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിതേ ഓട്ടോയിൽ കയറി അമ്പലത്തിലേക്ക് പോകുകയാണ്. ഞാൻ എൻ്റെ ചെറുപ്പം മുതലേ സ്ഥിരമായിട്ട് വരാറുള്ള ക്ഷേത്രമാണ്. ഏതൊരു ആഘോഷ ദിവസമായാലും എന്തൊരു വിശേഷ ദിവസമായാലും ഞങ്ങൾ ഈ ഒരു അമ്പലത്തിലാണ് പോകാറ്. അതുകൊണ്ട് തന്നെ എനിക്കൊരു ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഉള്ളൊരു ക്ഷേത്രം കൂടിയാണ്. കഴിഞ്ഞ 2 വർഷമായിട്ട് പ്രഗ്നൻസിയും ഡെലിവറി ടൈമൊക്കെ ആയതുകൊണ്ട് ക്ഷേത്രത്തിൽ വരാൻ സാധിച്ചിരുന്നില്ല. 2 വർഷങ്ങൾക്ക് ശേഷം ഇന്നാണ് ഞാൻ ഈ അമ്പലത്തിൽ വരുന്നത്. അങ്ങനെ ഞങ്ങളിതേ അമ്പലത്തിലെത്തി. അത്യാവശ്യം തിരക്കുണ്ട്. അപ്പോൾ ഇതാണ് ശ്രീ സുബ്രഹ്മണ്യ ഗണപതി ക്ഷേത്രം. ഞങ്ങൾ ഗണപതികാവ് എന്നാണ് പറയുക. ഗണപതിൻ്റെയും സുബ്രഹ്മണ്യൻ്റെയും പ്രതിഷ്ഠയാണ്. അമ്പലത്തിലേക്ക് കയറി കഴിഞ്ഞാൽ വലതു ഭാഗത്തായിട്ട് സ്റ്റേജ് കെട്ടിയിട്ട് അവിടെയാണ് സപ്താഹയജ്ഞം നടക്കുക. ഫ്രണ്ടിലായിട്ട് ഒത്തിരി ചെയർസൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം ആളൊന്നുമില്ല. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നിറയെ ആളായിരിക്കും. നാളെ മുതൽ രാവിലെയും വൈകുന്നേരം 2 നേരവും സപ്താഹയജ്ഞം ഉണ്ടായിരിക്കുന്നതാണ്. ആദ്യം ഞങ്ങൾക്ക് അമ്പലത്തിനകത്ത് കയറി തൊഴണം. അതിനുശേഷം സപ്താഹം നടക്കുന്ന സ്ഥലത്ത് പോയിട്ട് തൊഴണം. അവിടെ വലിയൊരു കൃഷ്ണവിഗ്രഹം വെച്ചിട്ടുണ്ട്. പിന്നെ കുറേ കുഞ്ഞി കൃഷ്ണവിഗ്രഹങ്ങളും ഉണ്ട്. ഇത് 7 ദിവസം നീണ്ടു നിൽക്കുന്ന സപ്താഹ യജ്ഞമാണ്. എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും പ്രഭാഷണം ഉണ്ടാകും. അപ്പം ഞങ്ങളിത് അമ്പലത്തിൽ നിന്ന് തൊഴുത് ഇറങ്ങി. ഇനി നമുക്ക് സപ്താഹം നടക്കുന്ന അവിടെ പോയിട്ട് തൊഴാം. ഈ ദിവസങ്ങളിൽ രാവിലെയും ഉച്ചയ്ക്കും അമ്പലത്തിൽ അന്നദാനം ഉണ്ടായിരിക്കും. പിന്നെ രാത്രിയായി കഴിഞ്ഞാൽ പല തരത്തിലുള്ള കലാപരിപാടികളുണ്ട്. പാട്ട്, ഡാൻസ് ഒക്കെ ആയിട്ട്. ഞാൻ എൻ്റെ സ്കൂൾ കോളേജ് സമയത്തൊക്കെ അധിക വർഷങ്ങളിലും പരിപാടികളിലൊക്കെ പങ്കെടുക്കുമായിരുന്നു. ഇപ്പോഴാണ് നമുക്കൊന്നിനും സമയമില്ലാത്തതും ഒന്നിനും പങ്കെടുക്കാൻ പറ്റാതെ വരുന്നതും. അങ്ങനെ ഞങ്ങളിതേ അമ്പലത്തിൽ നിന്ന് തൊഴുതിറങ്ങി. ഇനി നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് ഓട്ടോ കിട്ടുമോ എന്ന് നോക്കട്ടെ. അപ്പോൾ ഇന്നത്തെ കൊച്ചു വ്ളോഗ് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.